നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1990-92 കാലഘട്ടത്തിൽ ഒരു 5 വർഷ പദ്ധതി അല്ലായിരുന്നു നടപ്പിലാക്കിയിരുന്നത് അല്ലേ. അതൊരു 90-92 കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഒരു വാർഷിക പദ്ധതിയായിരുന്നു ആ സമയത്ത് നടപ്പിലാക്കിയിരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു ആ സമയത്ത്? PV നരസിംഹറാവു സർക്കാരായിരുന്നു. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? PV നരസിംഹറാവു ആണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്ന സമയത്തെ നമ്മുടെ ധനകാര്യമന്ത്രി അഥവാ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. മാറിപ്പോകരുത്. ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 പ്രത്യേകം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. എന്നാണ് 1991. അപ്പൊ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? PV നരസിംഹറാവു ആണ്. അതുപോലെ ധനകാര്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു പെട്ടെന്ന് അല്ലെ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്? നമുക്കറിയാം, ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്ന ഒരു സമയമായിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വിദേശ കടം കൊണ്ട് അല്ലെ വളരെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വിദേശ കടമാണ് അല്ലേ. അപ്പൊ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ കടം എടുത്താൽ മാത്രം പോരല്ലേ, അത് തിരിച്ചടയ്ക്കണം. അപ്പൊ പക്ഷേ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൃത്യമായിട്ട് തിരിച്ചടവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് രൂക്ഷമായിക്കൊണ്ടിരുന്നു. അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് വിദേശ നാണ്യ ശേഖരത്തിലെ കുറവാണ് അല്ലെ. അതായത് നമുക്കറിയാം ഓരോ രാജ്യവും അല്ലെ അവരുടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അഥവാ വിദേശ നാണ്യ ശേഖരം എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഓരോ രാജ്യവും അവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാന് PV നരസിംഹറാവുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലെ വർധനവാണ്. അപ്പൊ ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ ഇങ്ങനെ വില കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആകെ തകിടം മറിയും. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാരണങ്ങളൊക്കെ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കുക, ചോദിക്കാറുള്ളതാണ്. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം എന്താണ്? വിദേശ കടമാണ്. അപ്പൊ വിദേശ കടം കൃത്യമായിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതായിട്ടുണ്ടായിരുന്നു. അതുപോലെ വിദേശ നാണ്യ ശേഖരത്തിലെ അളവിലെ അത് വളരെ പരിമിതമായിരുന്നു. അതുപോലെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്തൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇതൊക്കെ കാരണമായിരുന്നു PV നരസിംഹറാവു സർക്കാർ എന്ത് കൊണ്ടുവരുന്നത്? ഇങ്ങനെയൊരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക? കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നതിനും തടസ്സങ്ങൾ നീക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സമ്പദ് വ്യവസ്ഥ നേരിട്ടിരുന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മാറ്റിയെടുത്തിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യുക? വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക അല്ലെ. അതായത് ആഗോള തലത്തിലോട്ട് വളരെ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ തടസ്സങ്ങളിലെ ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ച അവിടെ സൃഷ്ടിച്ചെടുക്കുകയൊക്കെ ആയിരുന്നു ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് നമ്മുടെ PV നരസിംഹറാവു സർക്കാർ ഉന്നം വെച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവര് കൈക്കൊണ്ട 2 നടപടികളുണ്ട്. ഒന്നാമത്തേതാണ് സുസ്ഥിരമാക്കൽ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ അഥവാ സ്ട്രക്ചേർഡ് റിഫോംസ് എന്ന് പറയും. ഓർത്തു വെച്ചേക്കണം, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 2 പോളിസികളാണ് എന്തൊക്കെ? ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളും. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, എന്താണ്? സുസ്ഥിരമാക്കൽ നടപടികളാണ്. അപ്പോൾ സുസ്ഥിരമാക്കൽ നടപടികൾ എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിലേക്കായിരിക്കും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയില്ലേ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്ന ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ വിദേശ നാണ്യ ശേഖരത്തിലെ കുറവാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക? അത് വേഗം തീർക്കുക.
അപ്പോൾ വിദേശ നാണ്യ ശേഖരത്തിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അളവ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ അല്ലേ നമ്മൾ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ എന്താ വർധനവ് അല്ലേ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പ് ഒന്ന് നിയന്ത്രിക്കുക. ഇതായിരുന്നു പ്രധാനമായിട്ടും ഈ ഷോർട്ട് ടൈമിലേക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സുസ്ഥിരമാക്കൽ നടപടികളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സുസ്ഥിരമാക്കൽ നടപടികളിൽ ഷോർട്ട് ടൈമിലേക്കായിരുന്നു ചെയ്തിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് വിദേശ നാണ്യ ശേഖരത്തിലെ അളവ് കൃത്യമായിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും നിയന്ത്രിക്കുക. ഇതായിരുന്നു ഈ ഒരു സുസ്ഥിരമാക്കൽ നടപടികളിലൂടെ ചെയ്തിരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഘടനാപരമായ പരിഷ്കാരങ്ങളാണ് അല്ലെ. ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോങ് ടേമിലേക്കാണ്. അതായത് ഇനിയില്ലേ ഭാവിയിലോട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അത് ലോങ് ടേം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്താണ്? ലോങ് ടേമിലേക്കാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അല്ലെ നമ്മുടെ പ്രധാനപ്പെട്ട 3 പോളിസികൾ കൊണ്ടുവരുന്നത് ഈ ഒരു ഘടനാപരമായ പരിഷ്കാരങ്ങളിലാണ്. ഏതൊക്കെയാണത്? ഒന്നാമത്തേതാണ് ഉദാരവൽക്കരണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ വരുന്നതാണ്? ഒന്നാമത്തേത് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. രണ്ടാമത്തേത് എന്താണ്? സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. മൂന്നാമത്തേത് ഏതാണ്? ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ. അപ്പൊ ഈ 3ഉം എന്താണ്? നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇനി നമുക്ക് ആദ്യത്തെ ഉദാരവൽക്കരണത്തെ കുറിച്ച് നോക്കാം. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. ഈ ഉദാരവൽക്കരണം ശരിക്കും 1985 ഇതിന്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇതൊരു കാര്യക്ഷമമായിട്ട് തുടങ്ങിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം വന്നതോട് കൂടിയിട്ടാണ്. അതായത് 1991 ശേഷമാണ്. അപ്പൊ ശരിക്കും ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ഒന്ന് ഉദാരവൽക്കരിച്ചു കൊടുക്കുക അല്ലേ? അതായത് സർക്കാരിന്റെ നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചു കൊണ്ടുവരിക. ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, പരിമിതപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സർക്കാരിന്റെ അവർ കൊടുക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഒന്ന് ഉദാരവൽക്കരിക്കുക. അതിനെയാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനെയാണ് എന്തു പറയുന്നത്? ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഓരോരോ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വ്യാവസായിക മേഖലയിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ അവിടെ എന്ത് നിയന്ത്രണമാണ് അവിടെ സർക്കാർ പരിമിതപ്പെടുത്തിയത് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് എവിടെയാണ്? വ്യാവസായിക മേഖലയിലെ മാറ്റമാണ്. ഇവിടെ എന്ത് ചെയ്തു? വ്യാവസായിക മേഖലയിൽ അനുമതി പത്രം ഒഴിവാക്കപ്പെട്ടു അല്ലെ. എന്താണ് അനുമതി പത്രം എന്ന് പറയുന്നത്? നമുക്കറിയാം, ആ സമയത്ത് ഓരോ വ്യവസായം തുടങ്ങുന്നതിനും കൃത്യമായിട്ടല്ലേ സർക്കാരിന് അവർ അത് എത്രത്തോളം ഏത് ഉൽപ്പന്നമാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ അത് എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് സർക്കാരിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആ ഒരു വ്യവസായം തുടങ്ങുന്നതിന് കൃത്യമായ അനുമതി പത്രം അഥവാ ലൈസൻസ് ഒക്കെ നമ്മുടെ സർക്കാരിൽ നിന്ന് നേടേണ്ടതായിട്ടൊക്കെ ഉണ്ട് അല്ലെ. അവിടെ ഒരുപാട് എന്താണ് പ്രൊസീജിയറിലൂടെ ഒക്കെ കടന്നു പോയിട്ട് വേണം ഇങ്ങനെ ഓരോ വ്യവസായം തുടങ്ങുന്നതിനായിട്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു? നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? ഈ ഒരു നിയന്ത്രണം അവിടെ കുറച്ച് കൊണ്ടുവന്നു അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്തു? അനുമതി പത്രം അവിടെ ഒഴിവാക്കപ്പെട്ടു. അപ്പൊ ആർക്കും വേണമെങ്കിലും എന്ത് വ്യവസായം തുടങ്ങാം, പെട്ടെന്ന് തുടങ്ങാം എന്ന രീതിയിലോട്ട് അത് മാറ്റപ്പെട്ടു. പക്ഷേ എല്ലാ വ്യവസായങ്ങളും അങ്ങനെ തുടങ്ങാൻ പറ്റില്ലായിരുന്നു. ചില ഉൽപ്പന്നങ്ങളിലെ, അതായത് നമ്മുടെ മനുഷ്യന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്കൊക്കെ ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങുന്നതിന് അനുമതി പത്രം പ്രത്യേകം വേണമായിരുന്നു. ബാക്കിയുള്ള വ്യവസായങ്ങൾക്ക് എന്ത് ബാധകമല്ലായിരുന്നു? ഈ ഒരു അനുമതി പത്രം അഥവാ ലൈസൻസ് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഒഴിവാക്കപ്പെട്ടത് ഏതിനൊക്കെയായിരുന്നു? അതായത് അനുമതി പത്രം ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം, സിഗരറ്റ്, സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ വ്യവസായങ്ങളാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് പ്രത്യേകം അനുമതി പത്രം ആവശ്യമായിരുന്നു. അതല്ലാത്ത ബാക്കിയുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തുടങ്ങുന്നതിന് പ്രത്യേകം ലൈസൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കപ്പെട്ടു. ഒഴിവാക്കപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം, സിഗരറ്റ്, സ്ഫോടക വസ്തുക്കൾ, അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിന്
എന്ത് ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അനുമതി പത്രം അല്ലെങ്കിൽ ലൈസൻസ് ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഉദാരവൽക്കരണത്തില് മാറ്റം വന്നിട്ടുള്ള പ്രധാന മേഖലയായ വ്യവസായിക മേഖലയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വില നിർണ്ണയത്തിനും വിതരണത്തിനുമുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണവും ഒഴിവാക്കി. അപ്പൊ ഇവിടെ വില തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ സർക്കാർ അതൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കപ്പെട്ടു. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഉദാരവൽക്കരണങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഓർത്തു വെച്ചേക്കണം. ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കേണ്ടത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ്. ഓക്കെ, അതായത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാല് അല്ലേ, അതായത് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുക, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അവരെ എല്ലാ കാര്യങ്ങളും ഒന്ന് നിയന്ത്രണം എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കുക അല്ലെ. അതായത് പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഒന്ന് ഉദാരവൽക്കരിക്കുക. അപ്പൊ അതാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഓരോരോ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ധനകാര്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ RBI ആണ് അല്ലെ, റിസർവ് ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർവ് ബാങ്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അല്ലെ ഈ ഒരു എന്താ പറയാ, പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ ഈ ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന ആ ഒരു പോസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ നിയന്ത്രിക്കുക എന്നതിൽ നിന്ന് മാറിയിട്ട് അവരെ സഹായിക്കുക എന്ന രീതിയിലോട്ട് RBI മാറാനായിട്ട് തുടങ്ങി. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, പല സ്ഥാപനങ്ങൾക്കും അല്ലെ, അവർക്ക് ഓരോ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കപ്പെട്ടു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ ഒഴിവാക്കപ്പെട്ടു. അവിടെ എന്ത് ചെയ്തു അല്ലെ, അവിടെ നിയന്ത്രകൻ എന്നതിൽ നിന്ന് മാറിയിട്ട് അവരെ സഹായകൻ എന്ന രീതിയിലോട്ടേക്ക് ആര് മാറി? റിസർവ് ബാങ്ക് മാറി. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് ബാങ്കുകൾ അല്ലെ, ഈ ഒരു ധനകാര്യ മേഖലയിൽ ഒരുപാട് സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഏതാ? വിദേശ ബാങ്കുകൾ അടക്കം ഒരുപാട് സ്വകാര്യ ബാങ്കുകൾ അതുപോലെ തന്നെ വിദേശ ബാങ്കുകളൊക്കെ വന്നു. എന്തിന്റെ ഫലമായിട്ടാ? ഈ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് ധനകാര്യ മേഖലയിൽ ഉണ്ടായ വലിയൊരു പരിഷ്കാരമായിരുന്നു അത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ് ഈ ഒരു ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട്. എന്താണ്? ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എത്രയായിട്ട് ഉയർത്തി? 50% ഉയർത്തിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ RBIയുടെ അനുമതി ഇല്ലാതെ ബാങ്കുകൾക്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ലഭിച്ചു. അപ്പൊ പലപ്പോഴും എന്താണ്, നമുക്കറിയില്ലേ, ഓരോരോ ബാങ്കിനും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെ. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും RBIയിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അനുമതിക്ക് ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കിട്ടില്ലായിരുന്നു. അവിടെ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് സമയം അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് ഡിലേ വരും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ ഒരു ബാങ്കിന് അവർക്ക് അവരുടെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ RBIയുടെ അനുമതി ഇല്ലാതെ തന്നെ തുടങ്ങാമായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഒരു ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിഷ്കാരമാണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. ഓർത്ത് വെച്ചേക്കാം. അടുത്തത് എന്താണ്? മെർച്ചന്റ് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട് തുടങ്ങിയവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതി നൽകി. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഏതിനൊക്കെയാണ് അല്ലെ? നമുക്കറിയാലേ, മെർച്ചന്റ് ബാങ്ക്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ പെൻഷൻ ഫണ്ട് തുടങ്ങിയവയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? നമ്മുടെ ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതി നൽകി. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ധനകാര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് അല്ലെ, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഈ ഒരു നിയന്ത്രകൻ അല്ലെ, RBIയെ ഒരു നിയന്ത്രകൻ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സഹായകൻ എന്ന രീതിയിലോട്ടേക്ക് RBI മാറിയില്ലേ. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്വകാര്യ ബാങ്കുകളും അതുപോലെ തന്നെ വിദേശ ബാങ്കുകളൊക്കെ ഇന്ത്യയിലോട്ട് വന്നത്. അതുപോലെ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എത്രയായിട്ട് ഉയർത്തി? 50% ഉയർത്തി. പിന്നീട് എന്താ പറഞ്ഞത്? ബാങ്കുകൾക്ക് RBIയുടെ അനുമതി ഇല്ലാതെ തന്നെ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ബ്രാഞ്ചുകൾ ആരംഭിക്കാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ പറഞ്ഞു, മെർച്ചന്റ് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട് തുടങ്ങിയവയ്ക്കൊക്കെ നമ്മുടെ ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതിയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് നികുതിയിലെ പരിഷ്കാരങ്ങളാണ്. ഓക്കെ, ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, ഘടനാപരമായ മാറ്റത്തിൽ വരുന്നതാണ് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. അതിൽ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഓരോരോ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കാനുള്ളത് ഈ ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നികുതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ് നോക്കുന്നത്.
എന്താണ് പ്രധാനമായിട്ടും എന്താണ് അല്ലെ, നികുതി നിരക്ക് കുറച്ചു. അത് തന്നെയാണ് നികുതിയിലെ വലിയൊരു പരിഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉയർന്ന നികുതി ഉണ്ടായിരുന്നത് എന്ത് ചെയ്തു, ആ നികുതിയുടെ അളവൊക്കെ കുറച്ചു. അതുപോലെ തന്നെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് കാണുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് നികുതി അടയ്ക്കാൻ പറ്റില്ലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു, ഒക്കെ ലഘൂകരിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട നികുതിയിലെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്താണ്, നികുതി നിരക്ക് കുറച്ചു. അതുപോലെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്തു, ലഘൂകരിച്ചു. ഓക്കെ, ഇനി അടുത്തത് വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുണ്ട്. അതായത് നമ്മുടെ അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ വിദേശ വിനിമയ പരിഷ്കാരങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തത് എന്ന് നോക്കാം. ഒന്നാമത്തേത്, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു അല്ലെ. അതായത് നമ്മുടെ വിദേശ കറൻസിയുമായിട്ട് നമ്മുടെ ഇന്ത്യൻ കറൻസിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്തു, കുറച്ചു അല്ലെ. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദേശ കറൻസികൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇന്ത്യയിലോട്ട് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സാമ്പത്തിക വളർച്ച ഉയരും. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഒന്ന് എന്താണ് പറഞ്ഞത്, വിദേശ വിനിമയ പരിഷ്കാരത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയാണ് ഉണ്ടായത്. അതുവഴി എന്ത് സംഭവിച്ചു, വിദേശ കറൻസി ഇന്ത്യയിലോട്ട് കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെയാണ് ഈ ഒരു വിദേശ വിനിമയ നിരക്ക് അല്ലെ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ തീരുമാനിച്ചിരുന്നത് ആരായിരുന്നു, RBI ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വിദേശ വിനിമയ വിപണി അല്ലെ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റായി ഈ ഒരു റേറ്റ് തീരുമാനിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തേത് വിദേശ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്തു, കുറച്ചു അല്ലെ. അതുവഴി എന്ത് ചെയ്തു, ഒരുപാട് വിദേശ കറൻസി ഇന്ത്യയിലോട്ട് വരാനായിട്ട് തുടങ്ങി. അതുപോലെ ഈ ഒരു വിനിമയ നിരക്ക് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ചിരുന്നത് RBI ആയിരുന്നു. അത് മാറ്റിയിട്ട് ആരിലേക്കാക്കിയത്, വിദേശ വിനിമയ വിപണി അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് തീരുമാനിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതും ഇതിലേക്ക് വലിയൊരു പരിഷ്കാരമായിരുന്നു, ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത് നോക്കാനുള്ളത് വ്യാപാര നിക്ഷേപ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. ഓക്കെ, അപ്പൊ വ്യാപാര നിക്ഷേപ മേഖലയിൽ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ്, നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതായത് ഈ ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വ്യാപാര മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു അല്ലെ. ഇറക്കുമതി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ചുങ്കം എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുമല്ലോ. അപ്പൊ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്തു, കുറച്ചു കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നു, കൂടുതലായിരുന്നു. അതെന്ത് ചെയ്തു, ഈ ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്തു, കുറച്ചു. അതുപോലെ തന്നെ ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി പത്രം അല്ലെ, അഥവാ ലൈസൻസ്, ചില ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ലൈസൻസ് ഒക്കെ ആവശ്യമായിരുന്നു. ആ ലൈസൻസുകളൊക്കെ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഇവിടെയും ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അഥവാ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടാത്തത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനത്തെ അപകടകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമില്ലായിരുന്നു, ലൈസൻസ് ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്താണ്, ഇറക്കുമതി ചുങ്കം അല്ലെ, അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്തു, കുറച്ചു. അതുപോലെ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി അല്ലെ, അനുമതി എന്ന് പറയുമ്പോൾ എന്താണ്, ലൈസൻസ് ആണ്. അവിടെ എന്ത് ചെയ്തു, ലൈസൻസ് ഒക്കെ ഒഴിവാക്കി. അതിൽ ഇങ്ങനെ അപകടകരമായിട്ടുള്ള അതുപോലെ തന്നെ പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുന്നതിന് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു, ലൈസൻസ് ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കി. ഇപ്പോൾ പലപ്പോഴും അല്ലെ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കുമതി അല്ലെ, മറ്റു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലോട്ട് ഇറക്കുമതി അല്ലെ, എന്തെങ്കിലും ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് എന്ത് അളവിലാണ് ഇറക്കുമതി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഇറക്കുമതി ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെ കേസിൽ അത് ഒഴിവാക്കി, ഏതൊക്കെ കേസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതൊക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടു. ഓർത്ത് വെച്ചേക്കണം.
അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ടും ഒഴിവാക്കി അല്ലേ. നമ്മൾ ഇറക്കുമതി ചുങ്കം എന്താണ്, അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്തു, കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലേ. എന്നാൽ കയറ്റുമതി, നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കണം, എക്സ്പോർട്ട് ഡ്യൂട്ടി അടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സ്പോർട്ട് ഡ്യൂട്ടി അഥവാ കയറ്റുമതി ചുങ്കം എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഒഴിവാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ കയറ്റുമതി, ഇവിടുന്ന് അങ്ങോട്ടേക്ക് സാധനം അല്ലേ, നമ്മുടെ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ആ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു, ഒഴിവാക്കി. അങ്ങനെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാതെ നമുക്കത് കയറ്റുമതി ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടിന്റെ കേസ് ആണെങ്കിൽ, ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന സമയത്താണെങ്കിൽ എന്താ ചെയ്തത്, അതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നവ ഉദാരവൽക്കരണം എന്താണ്. ഓക്കെ, നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, സർക്കാരിന്റെ നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്യുക, എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നവ ഉദാരവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് എന്താ, നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, പരിമിതിപ്പെടുത്തുക അല്ലെ, അതായത് കുറച്ചു കൊണ്ടുവരിക, നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. എന്നാൽ നവ ഉദാരവൽക്കരണത്തിലൂടെ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ആ ഒരു നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തെയാണ് എന്ത് പറയുന്നത്, നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സ്വകാര്യവൽക്കരണമാണ് കേട്ടോ, അഥവാ പ്രൈവറ്റൈസേഷൻ ആണ്. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്, ഉദാരവൽക്കരണമാണ്. രണ്ടാമത്തേതാണ് സ്വകാര്യവൽക്കരണം. ഇനി ഒന്നും കൂടി പറയാനുണ്ട്, അതേതാണ്, ആഗോളവൽക്കരണമാണ്. അപ്പൊ നമുക്ക് സ്വകാര്യവൽക്കരണം എന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൊതുമേഖല സ്ഥാപനം എന്ത് ചെയ്യുക, അത് പ്രൈവറ്റൈസേഷൻ ചെയ്യല്ലേ, അതായത് സ്വകാര്യ മേഖലയിലേക്ക് കൊടുക്കുക. അപ്പൊ രണ്ട് രീതിയിലാണ് സംഭവിക്കാറ്. ഒന്ന് എന്താണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുപോകാന് അല്ലെങ്കിൽ നിർവഹണ ചുമതലയായിരിക്കും കൊടുക്കുക. ഈ രണ്ടും എന്താണ്, സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയിലേക്ക് നൽകുന്നതിനെയാണ് അല്ലെങ്കിൽ കൈമാറുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുക. ഇപ്പൊ രണ്ട് കേസാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെങ്കിൽ എന്താണ്, പൂർണ്ണമായിട്ട് അത് അവർക്ക് കൊടുക്കുക അല്ലെ, അതായത് അതിന് ഉടമസ്ഥാവകാശം അല്ലെ, ഉടമസ്ഥത ഒക്കെ കൊടുക്കുന്നത് എന്താണ്, ആ ഒരു രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, പൊതുമേഖല അതിന്റെ ഉടമസ്ഥാവകാശം കൈവശം വെക്കുകയും അത് നടത്തി കൊണ്ടുപോകുന്നത് മാത്രം സ്വകാര്യ മേഖലയിലാണെങ്കിലും അതും എന്താണ്, സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഓർത്തു വെച്ചേക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ടേം നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണൊന്ന്, BOTയും അതുപോലെ തന്നെ PPPയും. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു BOTനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തു വെച്ചേക്കണം അല്ലെ. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ടേമുകളാണ് ഏതൊക്കെ, BOTയും രണ്ടാമത്തേത് PPPയും. അതിൽ ഒന്നാമത്തെ നോക്കാം, BOT ആണ് അല്ലെ. എന്താണ് BOTന്റെ ഫുള്ള്, BOT എന്ന് പറഞ്ഞാൽ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ് അല്ലെ. എന്താണ്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. എന്താണ്, ബിൽഡ് അല്ലെ. B എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡ്. O എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ്. T എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ആണ്. ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ് BOT എന്ന് പറഞ്ഞാൽ അല്ലെ. എന്താണ് BOT കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ, പുതിയൊരു റോഡ് പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേൽപ്പാലം അല്ലെ, ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ടോൾ പിരിവ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ ഒരു റോഡ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പാലം പണിയുന്നതോ ഒരു സ്വകാര്യ സംരംഭമായിരിക്കും. അത് പണി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു അല്ലെ, അതിന്റെ ചെലവായ തുക എന്ത് ചെയ്യുന്നു, ജനങ്ങളിൽ നിന്ന് ടോൾ പിരിവിലൂടെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രവർത്തനമാണ് എന്താ, BOT എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് BOT എന്ന് പറഞ്ഞാൽ, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. BOT എന്ന് പറഞ്ഞാൽ എന്താണ്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അടുത്ത ഒന്നാണ് PPP അല്ലേ. എന്താണ്, 3P എന്താണ്, ഒന്നാമത്തെ P പബ്ലിക് ആണ്, രണ്ടാമത്തെ P എന്താണ്, പ്രൈവറ്റ് ആണ്, മൂന്നാമത്തെ P എന്താണ്, പാർട്ട്ണർഷിപ്പ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്, PPP എന്ന് പറയുന്നത്. അതായത് പബ്ലിക് അല്ലെ, പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുമേഖല അല്ലെ, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് അല്ലെ, പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ,
അതുപോലെ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അല്ലെ പാർട്ണർഷിപ്പ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് PPP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് സിയാൽ ആണ് അല്ലെ. സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് അല്ലെ. അപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് രൂപം കൊണ്ടത് എങ്ങനെയാണ്? ഇതുപോലെ ഒരു PPP-യിലാണ് അല്ലെ. അതായത് ഒരു പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടി പാർട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങിയതാണ് ഈ ഒരു സിയാൽ അഥവാ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് വൺ ആഗോളവൽക്കരണമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആഗോളവൽക്കരണം അല്ലെ. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാല്? ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക? ആഗോളതലത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരും അല്ലെ. ആഗോളതലത്തിലോട്ട് അതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി എന്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ? അതായത് രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള മൂലധന പ്രവാഹമൊക്കെ സാധ്യമാകുന്നുണ്ട് അല്ലെ. ഇതുപോലെ ആഗോളവൽക്കരണത്തിലൂടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള മൂലധന പ്രവാഹം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഒഴുക്ക് അല്ലെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെ ഇങ്ങനെ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം അല്ലെ. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, മൂലധന പ്രവാഹം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഒഴുക്ക്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. ഇതിന് മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക? ആഗോളതലത്തിലേക്ക് സമന്വയിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ്. പലപ്പോഴും നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതിലുള്ള പോയിന്റ് ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.